ഹായ് ഫ്രണ്ട്സ്, Me4U ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴി എങ്ങനെ ലോഗിൻ ചെയ്ത് നമ്മുടെ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും അത് പ്രിൻ്റ് എങ്ങനെ എടുക്കാമെന്നും അത് ലാമിനേഷൻ ചെയ്ത് എങ്ങനെ സൂക്ഷിക്കാമെന്നും വ്യക്തമായ ഒരു വീഡിയോയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സിവിൽ സപ്ലൈസ് എന്ന് എൻ്റർ ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അവിടെ സിറ്റിസൺ ലോഗിൻ ഉണ്ട്. സിറ്റിസൺ ലോഗിൻ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ അക്ഷയ ഉണ്ട്, സിറ്റിസൺ ഉണ്ട്. ഇവിടെ സിറ്റിസൺ തിരഞ്ഞെടുക്കുക. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ ലോഗിൻ ഉണ്ട്. നേരത്തെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചവർക്ക് ഇങ്ങനെ ലോഗിൻ ചെയ്ത് പ്രവേശിക്കാവുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചെയ്യേണ്ടതാണ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നു. ഇവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന ഡിക്ലറേഷൻ വായിച്ച് എഗ്രി കൊടുക്കുക. അത് വാലിഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ വലതുവശത്ത് നിങ്ങളുടെ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇത് കമ്പൾസറി ആണ്. ഇത് മൂന്നും ഇത് കൃത്യമായി എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇടതുവശത്ത് കാണുന്ന കോളത്തിൽ ഒരു യൂസർ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് നമുക്ക് ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് ഇങ്ങനെ ഒരു പേജിലേക്ക് വരുന്നതും ഇവിടെ നമ്മുടെ യൂസർ IDയും പാസ്വേഡും കൃത്യമായി കൊടുത്തതിന് ശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. സൈനിങ് ചെയ്യുക. ഇപ്പം വെരിഫൈ OTP എന്നൊരു പോപ്പപ്പ് വന്നു. മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നതും അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു. ഇവിടെ നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. നമ്മളവിടെ പ്രിൻ്റ് എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാർഡ് PVC കാർഡ് പ്രിൻ്റ് അത് തിരഞ്ഞെടുക്കുക. ഇവിടെ ഈ കാർഡുണ്ട്, അതിൻ്റെ പ്രിൻ്റ് എടുക്കാം. അതുപോലെ തന്നെ PVC കാർഡുണ്ട്. നമ്മളിപ്പോൾ പ്രിൻ്റ് എടുക്കുന്നത് ഈ കാർഡാണ്, അത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഇതിൻ്റെ അകത്ത് യെസ് കൊടുക്കുക. അപ്പോൾ പ്രിൻ്റ് പാസ്വേഡ്, ഈ ഒരു പാസ്വേഡ് നമ്മുടെ ഫോണിലേക്ക് അയക്കും. ആ പാസ്വേഡ് ആയിരിക്കും ഈ പ്രിൻ്റ് ഓപ്പൺ ചെയ്യാനുള്ള രഹസ്യ കോഡ്. അത് പ്രത്യേകം ഫോണിൽ വന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മുടെ ആ പാസ്വേഡ് ഫോണിലേക്ക് വന്ന ആ രഹസ്യ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ കൊടുത്തു. അപ്പോൾ അതേ ഇതാ നമ്മുടെ റേഷൻ കാർഡ് ഇപ്പം പ്രിൻറ്റിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്രിൻ്റ് എടുക്കുക എന്നുള്ള ഓപ്ഷനാണുള്ളത്. ഇനി നമ്മൾ പ്രിൻറ്റിലേക്ക് പോവുകയാണ്. പ്രിൻ്റ് സെക്ഷൻ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം പ്രിൻ്റർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആ പ്രിൻ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് പേപ്പർ A4 കൊടുക്കുക. പിന്നെ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ്, അത് പോർട്രേറ്റ് കൊടുത്തു. പ്ലെയിൻ പേപ്പർ കൊടുത്തു. ഇതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കൊടുത്തു. കളർ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കിടപ്പുണ്ട്. പ്രിന്റ് ഗ്രേ സ്റ്റൈല്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതവിടെ മാറ്റി കൊടുക്കുക. അപ്പോഴേ നമുക്ക് ഇവിടെ കളർ ആ ഓപ്ഷൻ ക്ലിയർ ആകത്തുള്ളൂ. പ്രോപ്പർട്ടീസ് കൊടുത്താലും ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പ്രിന്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്രിൻ്റർ എപ്സൻ്റെ 3150 എന്ന മോഡലാണ്. ഇങ്ക്ജെറ്റ് പ്രിൻ്ററാണ്. അപ്പോൾ പ്രിന്റ് കൊടുക്കുകയാണ്. പ്രിന്റ് വന്നു കഴിഞ്ഞു. പ്രിന്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലാമിനേഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അടുത്തത്. അത് കൃത്യമായി കട്ടറിൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. അതിനു മുന്നേ ഇത് കൃത്യമായിട്ട് തന്നെ ഫോൾഡ് ചെയ്യുക.
അതിനുശേഷം ലാമിനേഷൻ പൗച്ച് ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിക്കുന്നത് ലാമിനേഷൻ പൗച്ച് ഇതാണ്, ക്രൗണിൻ്റെ ആണ് ലാമിനേഷൻ പൗച്ച് ഉപയോഗിക്കുന്നത്. ഈ റേഷൻ കാർഡ് തുടങ്ങിയ ഈ വലിപ്പമുള്ള കാർഡുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലാമിനേഷൻ പൗച്ചിൻ്റെ അളവ് 110x160, അതുപോലെ തന്നെ 125 മൈക്രോ. ഇത് കൃത്യമായിട്ട് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ ഇത് കൃത്യമായിട്ട് തന്നെ വയ്ക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് വയ്ക്കുക. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലാമിനേഷൻ മെഷീൻ. പവർ ഓൺ ചെയ്തു, റെഡി ഹോട്ട് അത് ഓൺ ചെയ്തു, കൺട്രോൾ ഒരു 120 കൊടുത്തു. ഇത് ഹീറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തി. അപ്പോൾ അതിനർത്ഥം ഇത് ആവശ്യത്തിന് ഹോട്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പൗച്ചിനുള്ളിലാക്കിയ നമ്മുടെ റേഷൻ കാർഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാം കൃത്യമായിട്ട് തന്നെ അത് ലാമിനേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാമിനേഷൻ മെഷീനിലൂടെ നമ്മുടെ കാർഡുകൾ ലാമിനേറ്റ് ചെയ്തെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.